ആ സമയത്ത് നിങ്ങളെ ആ US ക്ലയന്റ് ഉണ്ടല്ലോ ജ്വല്ലറി, യു സ്റ്റിൽ ഹാഡ് ദാറ്റ് ക്ലയന്റ് ഓർ നോട്ട്? അതെ, അവർ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റിൽ റൺ ചെയ്യണേ? ഓക്കെ, ഡൺ. ആ ക്ലയൻറ്റിന് ഇത് മീൻസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. അവർക്ക് കൂടുതലും എങ്ങനെയാണ് ഈ ജുവല്ലേഴ്സ് ഒന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരില്ല. അവർ കുറച്ചുകൂടി നോക്കിയിട്ടാണ് ചൂസ് ചെയ്തത് പ്രോഡക്റ്റ്. ചൂസ് ചെയ്ത് റീഫണ്ട്സ് വരുന്നുണ്ടായിരുന്നു, പക്ഷെ അത് അത്ര ഒരു ഇതില്ലായിരുന്നു അവർക്ക്. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നെ ഡയറക്റ്റ് ചൈനയിൽ പോയിട്ട് പിന്നീട് പുള്ളിക്കാരി ഡയറക്റ്റ് സോഴ്സ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും ഉണ്ട് ആ ക്ലയന്റ് നമ്മളിവിടെ ഉണ്ട്. ഇപ്പോഴും ആ ക്ലയന്റ് റൺ ചെയ്യുന്നുണ്ട്. അടിപൊളി. ഇപ്പോൾ ഒരു ബ്രാൻഡൊക്കെ ആയി. 10 കൊല്ലമായോ? ഇപ്പം ബ്രാൻഡൊക്കെ ആയിട്ട് 10+ years ആയിട്ട്. ഇടയ്ക്ക് വെച്ച് അവർക്ക് ഈ ക്യാൻസറിന്റെ ഒക്കെ ഇങ്ങനെ ഇഷ്യൂ വന്ന് അങ്ങനെ കുറെ നാൾ സ്റ്റോപ്പായി. പിന്നെ പുതിയ പ്രോജക്റ്റ് വരുമ്പോൾ നമ്മളടുത്ത് തന്നെ വരും. അടിപൊളി. അതാണ് ബേസിക്കലി ട്രസ്റ്റ്. ഞാൻ എപ്പോഴും പറയും ഏജൻസിനോട്, നമ്മൾ ഈ പ്രൊജക്റ്റുമല്ല വർക്ക് ചെയ്യുന്നത്. ദ മൊമെന്റ് വി ഡെവലപ്പ് എ ട്രസ്റ്റ്, പിന്നെ ആക്ച്വലി ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഔട്ട്. എന്തിനു പുറത്തു പോകണം വെൻ യു ഗൈസ് ആർ ഓൾറെഡി ദർ? ഭയങ്കര ട്രസ്റ്റ് അവർക്ക്. അതാണ് മീൻസ് അവരെ തുടക്ക കാലഘട്ടത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നു. സോ അവര് ആ ട്രസ്റ്റ് നിങ്ങൾ ആ സ്ഥിരം ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് ദേ സ്റ്റിൽ ഹാവ് ട്രസ്റ്റ് ഓൺ യു ദാറ്റ് യു വിൽ നോട്ട് മെസ് ഇറ്റ് അപ്പ്. അടിപൊളി. ഓക്കെ, അപ്പൊ 2016 ആയോ ഇത്? ഇപ്പൊ 2018 എത്തി. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്തെങ്കിലും ഇത് എനിക്ക് ആദ്യം കുറച്ച് വിഷമായിരുന്നു. സംഭവം ഇങ്ങനെ എല്ലാം പോയല്ലോ എന്ന്. പക്ഷെ ഇത് നമുക്ക് എൻ്റെ അടുത്തൊരു എന്താ പറയുക ഒരു ഫേസ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. കാരണം ഇത്രയും നമുക്ക് ആഡ്സ് ചെയ്തുള്ള എക്സ്പീരിയൻസ് കിട്ടി. ഇ-കോമേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്ന മനസ്സിലായി. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുത്ത കസ്റ്റമേഴ്സ് എസ്പെഷ്യലി ഇതുപോലത്തെ ഉള്ള ടയർ 1 കൺട്രീസിൽ നമുക്ക് നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഐഡിയ ഉണ്ട് ഒന്നായി. പക്ഷേ അത് നമുക്ക് ഈ ഇത്രയും ഇപ്പോൾ അന്ന് തൊട്ട് ഞാൻ പ്ലാൻ ചെയ്തൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി പ്രോഡക്ട്സ് അവർക്ക് കൊടുക്കുക, അത് ടൈമിലി ഡെലിവറിയിൽ നമുക്ക് കൊടുക്കുക, കസ്റ്റമർ സപ്പോർട്ട് ഹാൻഡിൽ ചെയ്യുക നല്ല രീതിയിൽ. അതായത് അന്ന് നിങ്ങൾ നോക്കാത്ത ഒരു സാധനം ആഫ്റ്റർ സെയിൽസ് ആയിരുന്നു. ആ US ക്ലയന്റ് അത് നോക്കുകയുണ്ടായിരുന്നു. US ക്ലയന്റ് അവരും അങ്ങനെ ആഫ്റ്റർ സെയിൽസ് നോക്കുന്നില്ല, അത്ര ഇതായിട്ട് നോക്കുന്നില്ലായിരുന്നു. അവർക്ക് അത് കുറച്ചുകൂടെ അത് മൂവ് ചെയ്യാൻ പറ്റി. പക്ഷെ ഡ്രോപ്പ് ഷിപ്പിംഗ് നിർത്തി കേട്ടോ. അവര് അത് മുന്നോട്ട് പോയ സമയത്ത് പിന്നെ കുറെ ഇത് എന്താ പറയാ സാച്ചുറേഷൻ എത്തിയ സമയത്ത് പുള്ളിക്കാരി ഡ്രോപ്പ് ഷിപ്പിംഗ് നിർത്തിയിട്ട് ഡയറക്റ്റ് പർച്ചേസിലായി. പിന്നെ സ്വന്തം ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. പുള്ളിക്കാരി സ്വന്തം ബ്രാൻഡിലോട്ടോ പിന്നെ പോയത് കൂടുതലും. പിന്നെ ഈ ഫേസ്ബുക്ക് ആഡ്സിന്റെ ഒപ്പം തന്നെ Pinterest ഒക്കെ പുള്ളിക്കാരി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു. Pinterest. അപ്പൊ അതുവഴി ഞാൻ Pinterest എന്ന് പറയല്ലേ. Pinterest ആണല്ലേ. അപ്പോൾ അതിലൊക്കെ ട്രാഫിക് വന്നു. അങ്ങനെ ആ രീതിയിൽ ഇപ്പൊ നല്ലൊരു Pinterest ഫോളോയിങ് ഉള്ള ഒരു പേജൊക്കെ ഉണ്ട്. അതിൽ നിന്നാണ് പുള്ളിക്കാർ ഇപ്പൊ മാക്സിമം ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി ഒരു ബ്രാൻഡഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ എനിക്ക് അന്നത്തെ അതിനെ ഞാൻ ഒരു ഫെയിലിയർ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓക്കെ ഇതിൽ ഫിനാൻഷ്യലി കുറച്ച് ലോസ് വന്നു. പക്ഷെ അത് നല്ല രീതിയിൽ നമുക്ക് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളെ MBA പഠിക്കാൻ പോയില്ലല്ലോ, അതാണ് നിങ്ങളെ ഏറ്റവും വലിയ വിജയം. കാരണം MBA പഠിച്ച് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് പഠിക്കുന്നതിന് പകരം നിങ്ങൾ ഇങ്ങോട്ട് കാശ് വാങ്ങിച്ച് കുറച്ച് കാശേ പോയുള്ളൂ, നിങ്ങൾ പഠിച്ചു. അത്ര മാത്രം കണ്ടാൽ മതി. 100 times better ആണ്. കറക്റ്റ്. അതാണ് ഞാൻ എപ്പോഴും പറയാ, ആദ്യം വർക്ക് ചെയ്യ്, എന്നിട്ട് MBA നെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഈ പെർഫോമൻസ് മാർക്കറ്റിൽ നമ്മൾ എൻ്റർ ചെയ്ത ആ സമയത്താണ്. അപ്പോൾ ഇത് കാണിച്ച് എനിക്ക് പല ക്ലയൻസിനെ നമുക്ക് ഓൺബോർഡ് ചെയ്യാൻ പറ്റി. മാത്രമല്ല ഈ കസ്റ്റമർ സപ്പോർട്ട്, ഇത്രയും അഗ്രസീവായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ അന്ന് കിട്ടി. കസ്റ്റമേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക, എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. കസ്റ്റമേഴ്സ് ഭയങ്കര റൂഡാവും, അഗ്രസീവ് ആവും. അത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചാൽ മതി. എല്ലാ കസ്റ്റമറും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ആർട്ടാണ് ഞാൻ പറയാ. കസ്റ്റമറെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് അത് ഇലക്കും മുള്ളിനും കേടില്ലാത്ത രൂപത്തിൽ സോൾവ് ചെയ്യുമെന്നുള്ളത്. റൈറ്റ്. പിന്നെ ഞാൻ കുറെ നാൾ പിന്നെ ഏജൻസി ഫോക്കസ്ഡ് ആയി. നമുക്ക് ഇവിടെ ക്ലയൻസ് ഒക്കെ എടുക്കുക, പിന്നെ പോവുക. പിന്നെ ഒരു 2019 ടൈമിൽ വീണ്ടും ഡ്രോപ്പ് ഷിപ്പിംഗ് ക്ലയൻസ് തന്നെയായിരുന്നു അപ്പം മാനേജ് ചെയ്യല്. കൂടുതലും നമുക്ക് നല്ല വേറെ ക്ലയൻസ് കിട്ടി. ഇ-കൊമേഴ്സ് ക്ലയൻസ് വന്നു. അപ്പോഴത്തേക്ക് നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഷോപ്പിഫൈ, പ്രൊഡക്റ്റ്, കസ്റ്റമർ സപ്പോർട്ട്, ചെക്ക്ഔട്ട് ഹാക്സ്. ഷോപ്പിഫൈ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ അത് പഠിക്കാനൊക്കെ പറ്റി. എസ്പെഷ്യലി ഷോപ്പിഫൈ അന്ന് ഇന്ത്യയിൽ ലോഞ്ചായി. ഇന്ത്യയിൽ 2018 എന്നാണ് ഷോപ്പിഫൈ COD ആയി കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ 2019 തന്നെ നമ്മൾ ഇന്ത്യയിലൊരു സ്റ്റോർ നമ്മൾ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാനും എൻ്റെ കോഫൗണ്ടറും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മൾ ബ്രാൻഡഡ് പ്രോഡക്റ്റ് അല്ല, ഈ ജനറൽ സ്റ്റോർ തന്നെ. പക്ഷേ നമ്മളെല്ലാം ഈ ചൈനയിൽ നിന്ന് ഡയറക്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് നോക്കി ഇമ്പോർട്ട് ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്തത്. കാരണം ആ സമയമൊക്കെ ആയപ്പോൾ നമുക്ക്
എൻ്റെ ഈ ക്ലയൻറ്റ് തന്നെ US ക്ലയൻറ്റ് തന്നെ ഇവർ ചൈനയിലൊക്കെ പോയിട്ട് നല്ല സോഴ്സിങ് ഏജന്റിനെ കണ്ടുപിടിച്ചു. അപ്പോൾ ആ സോഴ്സിങ് ഏജന്റിന്റെ കോൺടാക്ട്സ് ഒക്കെ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ ക്ലയന്റ് അടിപൊളിയാട്ടോ, അവർ നല്ല നിങ്ങളെ സാധനം പഠിപ്പിച്ചു, ഷോപ്പിഫൈ പഠിപ്പിച്ചു, കോഴ്സ് എടുത്തു തന്നു, പിന്നെ അവര് സപ്ലയർ എങ്ങനെ കണ്ടുപിടിച്ചു അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അല്ല US എനിക്ക് തോന്നുന്നു മിക്ക അങ്ങോട്ടുള്ള ക്ലയൻസ് ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ഓപ്പൺ ആയിരിക്കും അവര്. എന്ന് പറഞ്ഞാൽ അവര് നമ്മളടുത്ത് പറയും, നിങ്ങൾ ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളൊരു സൈഡ് ഡൗൺ ആണെന്ന് കാണുകയാണെങ്കിൽ അവര് നമ്മളവിടെ ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി കോഴ്സ് ഒക്കെ എടുത്ത് തരും. അത് എല്ലാവരും ഉണ്ടാവുന്നില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള മിക്കവരും ഒരു കോപ്പറേറ്റീവ് മൈൻഡ് ആണ് അവിടെ. ഇവിടെ കുറച്ച് ഇല്ലാത്ത സാധനം അതാ, ഇതെന്തോ വലിയ സംഭവം വെച്ചിട്ട് മറച്ചു വെക്കും, ഇത് പറഞ്ഞു കൊടുക്കൂല, ഇത് മാത്രം പറഞ്ഞു കൊടുക്കും, ബാക്കിയെല്ലാം പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ ആ ഒരു മെയിൻ സാധനം ഇൻഗ്രീഡിയന്റ് എന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കൂല. കാരണം അവർ നമ്മളെ കാണുന്നത് അവരുടെ ഒരു കമ്പനിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലെ അവർ നമ്മളെ കാണുന്നത്. അങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നമ്മളൊരു ക്ലയന്റ് വരാണെങ്കിൽ, അല്ല ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ബിൽഡ് ചെയ്യണം, ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തുള്ള എംപ്ലോയീസ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുമല്ലോ. അപ്പോൾ അവരെ കൂടുതൽ ട്രെയിനിങ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യിപ്പിക്കും. ആ ഒരു രീതിയിലാണ് അവർ കാണുന്നത്. അപ്പോൾ ആ ഒരു മോഡലിലോട്ട് ആണ് മിക്കവരും അവിടെ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് തരുന്നത്.